ദുആ എന്തായാലും പറ്റൂല, അല്ലാത്തതും പറ്റൂല. അപ്പൊ അങ്ങനത്തെ വകുപ്പില്ല. നമ്മൾ അതിമ സമയം കളയണ്ട. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക് ഒറ്റ പ്രാവശ്യം. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, ഒരാള് നമ്മൾ വിളിക്കണേ കേട്ടാല് നമ്മൾ അയാളെ വിളിക്കാണ്. എന്റെ വിശ്വാസം എന്താണ്, എന്ത് വിളിയാ വിളിച്ചെന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോ ഒന്ന് ശിർക്കാവുന്ന വിളിയാണ്, ഒന്ന് വസീലത്ത് ശിർക്കും ഹറാമാവുന്ന വിളിയാണ്. ഇത് രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അത് ഏതൊക്കെയാണ് വസീലത്ത് ശിർക്കാവുന്ന വിളിയും ഹറാമാവുന്ന വിളിയും, അതല്ല ശിർക്കാവുന്ന വിളിയും? ഇപ്പൊ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അയാളെ വിശ്വാസം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആളില്ലല്ലോ, അങ്ങനെ ആളെന്നെ ഇല്ലല്ലോ വിളിക്കാൻ ചോദിക്കാന്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി വിഷയം പറയുന്നത്? അത് ചോദിച്ചോളി. വസീലത്ത് ശിർക്കും ഹറാമും പറയുകയാണെങ്കിൽ അതിന് തെളിവ് വേണം എന്നാ ഞാൻ പറഞ്ഞത്. ആയത്ത് വേണം, ഹദീസ് വേണം. അത് ഉണ്ടോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല അല്ലെ? അതൊക്കെ ഉണ്ട്. ആയത്ത് ഞാൻ ഓതി, ആയത്തും ഉണ്ട്, ഹദീസും ഉണ്ട്, സ്വഹാബത്തിന്റെ രീതിയുണ്ട്, സുലൈമാൻ നബിന്റെ രീതിയുണ്ട്. ഇതിനോട് ഇവരെ പറഞ്ഞില്ലേ ഹറാമും വസീലത്ത് ശിർക്കുമാകുന്ന വിളി ഏതാണ്, ആ വിളി ഹറാമും വസീലത്ത് ശിർക്കുമാണെന്ന് പറയാൻ കാരണമാക്കിയ ഹദീസോ ആയത്തോ ഏതാണെന്നുണ്ടെങ്കിൽ പറയൂ. സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെടാത്തൊരു വിളിയുണ്ട്, അത് ശിർക്കായ വിളി. നമുക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെട്ടൊരു വിളിയുണ്ട്, അത് ശിർക്കായ വിളി അല്ല. കാരണം ശിർക്കായ വിളി സുലൈമാൻ നബിക്കും അനുവദിച്ചിട്ടില്ല. അല്ലാത്തൊരു വിളി അപ്പുറത്തുണ്ട്, അത് സുലൈമാൻ നബി വിളിച്ചു, കാരണം അള്ളാഹ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തു. നമുക്ക് അതും അനുവദിക്കപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്കതും പറ്റില്ല. നമ്മൾ വിളിച്ചാൽ അവൻ നമ്മെ ശിർക്ക് കൊണ്ടുപോയി ചാടിക്കും. കാരണം ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ അൻആമിൽ എന്ന ആയത്ത്, അതാണ് ഒന്ന്. മറ്റൊന്ന്, ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം ശിർക്കിലേക്ക് വഴിവെക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹറാമ്. അതുകൊണ്ടാ ഖബർ കെട്ടൽ ഹറാമായത്, അതുകൊണ്ടാ ഹക്കജാഹ കൊണ്ടുള്ള തവസ്സുൽ ഹറാമായത്. അതൊക്കെ എന്താണ്? ശിർക്കിലേക്ക് വഴിവെക്കുന്നതാണ്. അതുകൊണ്ടാ രൂപമുണ്ടാക്കൽ ഹറാമായത്, കാരണം ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനമാണ്. അതൊക്കെ ആ പൊതു നിയമമാണ്. അപ്പൊ ശിർക്കിലേക്ക് എത്തിക്കാൻ വകുപ്പുണ്ട് ആ രംഗത്ത്. അതുകൊണ്ട് അത് വസീലയാണ്, അത് ഹറാമാണ്, അത് ഇസ്ലാമിന്റെ പൊതു നിയമമാണ്. അൻആമിലെ ഈ ആയത്തും അതേപോലെ നബിയും സഹാബത്തും ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടും ഒരാളും ഒരു സംഗതിക്കും ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് ആ വഴി അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നതും. അതോടൊപ്പം സുലൈമാൻ നബിക്ക് അള്ളാഹു അനുവദിച്ചു കൊടുക്കാത്ത വിളി ഏതാ? ശിർക്കായ വിളി. അത് സുലൈമാൻ നബി വിളിച്ചിട്ടില്ല, ചെയ്യാൻ അനുവദിച്ചിട്ടില്ല, അനുവദിച്ച ശിർക്ക് തന്നെ. സുലൈമാൻ നബിക്ക് അനുവദിക്കപ്പെട്ടൊരു വഴിയുണ്ട്, അതേതാ? അത് ശിർക്ക് അല്ലാത്തൊരു വഴിയാണ്. പക്ഷെ നമുക്ക് അതിനും അനുവാദമില്ല. അതുകൊണ്ട് എന്ത് പൂതി വെച്ചാലും ജീവിതത്തിൽ ജിന്നേന്ന് വിളിക്കാൻ നമുക്കൊരു വകുപ്പില്ല. നമ്മൾ എത്ര പൂതി വെച്ചിട്ടും കാര്യമില്ല, എങ്ങനെ ആലോചിച്ചിട്ടും കാര്യമില്ല. മുഅ്മിനായി ജീവിക്കണ കാലത്തോളം ജിന്നേന്ന് വിളിക്കാൻ നമുക്ക് വകുപ്പില്ല എന്ന് സഹോദരൻ മനസ്സിലാക്കുക. ഏതായിരുന്നാലും നിങ്ങൾ ഇതിൽ ദീന് പഠിക്കാൻ ഇറങ്ങാം. നമ്മൾ അനാവശ്യമായ വെറുതെ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കി ഓരോരോ സങ്കല്പത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് അപകടമാണ് മതത്തിൽ. അതുകൊണ്ട് അങ്ങനത്തെ സങ്കല്പങ്ങളുടെ പിന്നാലെ പോകാതെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക, അത് പ്രമാണം വെച്ച് പരിശോധിക്കുക. നമ്മളെ സംബന്ധിച്ച് അതന്നെ പറഞ്ഞു, എത്ര വർഷം പറഞ്ഞു സുഹൃത്തെ. സൂറത്തുൽ അൻആമിൽ ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله എന്ന ആയത്ത് സൂറത്തുൽ അൻആമിൽ. അർത്ഥം അതിപ്പോ പറഞ്ഞു, ജിന്നിനെ ഔലിയാക്കളായി ജിന്നുമായി മനുഷ്യന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്ത ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവര് പറയും, ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു. അല്ലാഹ് പറയും, നിങ്ങളുടെ വാസസ്ഥലം. ക്ലിയർ ആയല്ലോ, ഒന്നുകൂടി പറയും. അത് ശ്രദ്ധിക്കാത്തതാണ്. അതായത് ജിന്നുകളും മനുഷ്യന്മാരും തമ്മിൽ പരസ്പരം ഉപകാരമെടുത്ത് ജീവിക്കുകയും നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ ഇവരെ പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ ജിന്നുകളോട് പറയും, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ വഴിപഴിപ്പിച്ചല്ലോ. അപ്പൊ മനുഷ്യന്മാര് പറയും, ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു, ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി ഞങ്ങൾ എത്തുകയും ചെയ്തു, ഇപ്പോൾ ഞങ്ങൾ ചെയ്ത അബദ്ധമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അല്ലാഹ് പറയും, ഖാലന്നാറു മസ്വാക്കും, നിങ്ങളുടെ മടക്കസ്ഥലം നരകമാകുന്നു എന്ന് പറയും. ആ ആയത്തിന് വ്യക്തമായി ജിന്നുകളുമായുള്ള ഉപകാരമെടുക്കലെല്ലാം പാടില്ലാത്തതാണ്. ഒരു ഉപകാരം എടുക്കാനും പാടില്ല, ഒരു ഇസ്തിംതാഉം പാടില്ല എന്ന് വ്യക്തമായി. ഇനി അത് മനസ്സിലാവില്ല, അത് അസുഖം വേറെയാണ്. ഇനി മനസ്സിലാവണമെങ്കിൽ ഏറ്റവും നല്ല പണി ഞാൻ പറഞ്ഞുതരാം. ഇനി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ ആയത്ത് എന്താണ്, എങ്ങനെയാണ് ഇത് വിശദമായി ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് സ്വസ്ഥമായി
ഒന്നുകിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് ശേഷമോ സ്വസ്ഥമായ മനസ്സോടുകൂടി ഒന്നിരുന്ന് നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ ഈ ആയത്ത് വിശദമായിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി മനസ്സിലാവും എന്താണ് എവിടെയാണ് ഹറാമും വസീലയും ആകുന്നതെന്നോട് മനസ്സിലാവും. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്, പ്രവാചകന്മാരുടെ പാതയുടെ പിൻബലം നമുക്ക് ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് എത്ര നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശരി, ജീവിതത്തിൽ ജിന്നേന്ന് വിളിക്കാൻ നമുക്ക് വകുപ്പില്ല. സഹോദരൻ ആ വഴിക്ക് ആലോചിക്കരുത്. ഒന്നുകിൽ അള്ളാന്ന് വിളിക്കുക, ദുആ എന്ന വിളിയെല്ലാം. അല്ലാത്ത വിളികൾ മനുഷ്യന്മാരോട് അവതരിക്കപ്പെട്ട വഴികളിൽ വിളിക്കുക. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. 11 മണിയായി, നമ്മൾ 9:30 പറഞ്ഞു, 11 മണി വരെ പോയി. അൽഹംദുലില്ലാ, ദീനിയായ ഒരു ചർച്ചയാണ്. ഈ പഠനം നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഇനിയുമുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ വിശദമായി ദീന് പഠിക്കുക. നാഥനോട് എപ്പോഴും ദുആ ചെയ്യുക. ഹക്ക് ഹക്കായി മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.